നമുക്ക് നല്ലൊരു ഗ്രീൻ പീസ് മസാലക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഗ്രീൻ പീസ് വേവിച്ചത് എടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് എടുത്തതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, ബിരിയാണി ഇല അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും പെരിഞ്ജീരകവും ഒരു 1/4 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ പെരിഞ്ജീരകവും ഇഞ്ചിയും കുരുമുളകും വെളുത്തുള്ളിയും കൂടി മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാളയൊന്ന് ചെറുതായി നുറുക്കിയ സവാള നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 1/4 സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് പൊടിച്ച മസാല, വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകെല്ലാം കൂടെ പൊടിച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ കൂട്ടിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 സ്പൂൺ അര സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് അതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് മല്ലിയിലയും ബിരിയാണി ഇലയുടെ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നുറുക്കിയതും കൂടെ അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ട് വേവിച്ചതാണ് ആദ്യം തന്നെ. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വെള്ളമൊന്നും വറ്റി വരണ്ട, ആ മസാലയൊക്കെ ആ ഗ്രീൻ പീസിൽ പിടിക്കുന്ന അളവിൽ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കൂട്ടാനാണ് കേട്ടോ.